ഹായ്, എല്ലാവർക്കും നമസ്കാരം. ശ്രീ രംഗനാഥ സ്വാമി ക്ഷേത്രത്തിലേക്ക് എങ്ങനെ പോകാം എന്നതിനെ പറ്റിയുള്ള ചെറിയൊരു യാത്രാ വിവരണമാണ് ഇന്നത്തെ വീഡിയോ. ഇന്ത്യയിലെ തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളിയിലെ ഒരു ചെറിയൊരു ദ്വീപാണ് ശ്രീരംഗപട്ടണം. ലോകത്തിലെ ഏറ്റവും വലിയ ഹിന്ദു ക്ഷേത്രങ്ങളിലൊന്നായ അതിമനോഹരമായ ശ്രീ രംഗനാഥ സ്വാമി ക്ഷേത്രത്തിന് പേരുകേട്ടതാണ് ശ്രീരംഗം. ശ്രീരംഗത്തേക്ക് പോകാനുള്ള മികച്ച മാർഗമാണ് ട്രെയിൻ. ചെന്നൈ, ബാംഗ്ലൂർ, മധുര എന്നിവയുൾപ്പെടെ ഇന്ത്യയിലെ വിവിധ നഗരങ്ങളിൽ നിന്നും നിരവധി ട്രെയിനുകൾ ശ്രീരംഗത്തേക്ക് പോകുന്നുണ്ട്. ശ്രീരംഗം റെയിൽവേ സ്റ്റേഷൻ ക്ഷേത്രവുമായി നന്നായി ബന്ധപ്പെട്ടിരിക്കുന്നു. സ്റ്റേഷനിൽ നിന്ന് 2 കിലോമീറ്റർ അകലെയുള്ള ക്ഷേത്രത്തിലേക്ക് നിങ്ങൾക്ക് ഓട്ടോറിക്ഷയിലോ ടാക്സിയിലോ പോകാവുന്നതേയുള്ളൂ. താമസിക്കാനുള്ള സൗകര്യവും ഇവിടെയുണ്ട്. പിന്നെ ദേവസ്വം ബോർഡിന്റെ യാത്രാ നിവാസ് കോട്ടേജ്, അതും നല്ല സൗകര്യമുള്ള സ്ഥലമാണ്. ഇവിടെ ഓൺലൈൻ ബുക്കിംഗ് ഇല്ല. ഡബിൾ ബെഡ് ഉള്ള റൂമിന് 550 റുപ്പീസ് ചാർജ്. വളരെ കുറഞ്ഞ നിരക്കിലുള്ള ചാർജാണ്. കോട്ടേജിൽ തന്നെ ഒരു റെസ്റ്റോറന്റ് ഉണ്ട്. അവിടെ നല്ല വെജിറ്റേറിയൻ ഭക്ഷണമുണ്ട്. ഇവിടെ പാർക്കിംഗ് സൗകര്യവും ഉണ്ട്. ഭക്തർക്ക് അമ്പലത്തിലേക്ക് പോകാൻ ദേവസ്വം ബോർഡിന്റെ തന്നെ ബസ്സുണ്ട്. കാണാൻ നല്ല ഭംഗിയുള്ള സൗകര്യമുള്ളതുമായിട്ടുള്ള കോട്ടേജാണ്. ഞങ്ങൾ ക്ഷേത്ര ദർശനത്തിന് പോയപ്പോൾ ഇവിടെയാണ് താമസിച്ചത്. യാത്രാനിവാസിന്റെ ഗേറ്റിന്റെ മുൻപിൽ തന്നെ ഓട്ടോ അവൈലബിൾ ആണ്. പിന്നെ നടക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നടന്നു പോകേണ്ട ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. രാവിലെ ഒരു 5-5:30 അങ്ങനെ ക്ഷേത്രത്തിൽ എത്തുകയാണെങ്കിൽ തിരക്ക് കുറച്ച് കുറവായിരിക്കും. ചെരുപ്പൊക്കെ അഴിച്ചു വെക്കാൻ ഫ്രീ കൗണ്ടർ ഉണ്ട്. ഫോൺ നമുക്ക് എടുത്തുകൊണ്ടു പോകാം, പക്ഷേ ഉള്ളിൽ ഫോട്ടോ എടുക്കാൻ പാടില്ല. പിന്നെ ഇതാണ് രാജഗോപുരം. 230.5 അടി ഉയരമാണ് ഉള്ളത്. ഏഷ്യയിലെ ഏറ്റവും ഉയരം കൂടിയ ക്ഷേത്ര ഗോപുരമാണ്. ക്ഷേത്രം രാവിലെ 6 മണി മുതൽ രാത്രി 9 മണി വരെ തുറന്നിരിക്കുന്നു. ക്ഷേത്രം 156 ഏക്കറിൽ പരന്നു കിടക്കുന്നു. 7 കേന്ദ്രീകൃത മതിലുകളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു. ഓരോന്നിനും അതിന്റേതായ ഗോപുരങ്ങളുമുണ്ട്. നല്ല തിരക്കുള്ള ദിവസം ദർശനത്തിന് നല്ല ക്യൂ ആയിരിക്കും. എങ്കിലും ഇരിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. ദർശനമൊക്കെ കഴിഞ്ഞു വന്നാൽ പ്രസാദമൊക്കെ ഉണ്ട്. അവിടെ ഇരുന്ന് പ്രസാദമൊക്കെ കഴിക്കാം. പുറത്തേക്ക് വന്നപ്പോൾ ആനയെ കണ്ടു. ദർശനത്തിന് ക്യൂ നിൽക്കുമ്പോൾ അമ്പലത്തിന്റെ ഉള്ളിലുണ്ടായിരുന്നു. പക്ഷേ അപ്പോൾ അടുത്തേക്ക് പോകാൻ കഴിഞ്ഞിരുന്നില്ല. ശ്രീരംഗത്ത് വന്നാൽ ശ്രീരംഗനാഥ സ്വാമി ക്ഷേത്രം മാത്രമല്ല, അടുത്ത് തന്നെയാണ് ഉച്ചിപ്പിള്ളയാർ ക്ഷേത്രം. അതും കാണാവുന്നതാണ്. പിന്നെ ജംബുകേശ്വര ക്ഷേത്രം, വേറെയും അനവധി ക്ഷേത്രം ഈ കോവിലിന്റെ ചുറ്റളവിൽ തന്നെ ഉണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. Thank you.